പുഷ്പ കൊളവയലിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം മൂർച്ച വായനക്കാരിലേക്ക് എത്തി. കോട്ടപ്പുറം വെളിച്ചം വായനയിടത്തിൽ പുസ്തക ചർച്ചയും കവിയരങ്ങും നടന്നു. മിറ്റത്തായോള് എന്ന കവിതാ സമാഹാരത്തിന് ശേഷം പുഷ്പ കൊളവയൽ രചിച്ച മൂർച്ച എന്ന കവിതാ സമാഹാരം വായനക്കാരിലേക്കെത്തി. ആശയം, ഭാഷ എന്നിവ ഒരേപോലെ ചേർന്ന് അതിശയം തീർക്കുകയാണ് മൂർച്ച എന്നാണ് വായനക്കാർ അഭിപ്രായപ്പെടുന്നത്. കോട്ടപ്പുറം വെളിച്ചം വായനായിടത്തിൽ മൂർച്ച പുസ്തക ചർച്ചയും കവിയരങ്ങും നടന്നു. പോയട്രി ഫൗണ്ടേഷൻ ചെയർമാൻ അജികുമാർ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ വെച്ച് ആദരിക്കണം എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല. കാരണം ആദരവുകൾ മറ്റൊരു തരത്തിലേക്ക് മാറ്റി നിർത്തിച്ചിന്തിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, പക്ഷേ എങ്കിരുന്നാൽ പോലും സമൂഹത്തിൻ്റെ നാനാതുറകളിൽ പ്രതിഭ തെളിയിക്കുന്ന ആളുകളെ, മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയാൽ ഒരിക്കലും നമ്മൾ മനുഷ്യരാകുകയില്ല എന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന മാനവികത. കവിയും അധ്യാപകനുമായ അനീഷ് വെങ്ങാട്ട് പുസ്തകം അവതരിപ്പിച്ചു. പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പുഷ്പ കൊളവയൽ മറുമൊഴി നടത്തി. സന്തോഷം. പിന്നെ മൂർച്ച എന്നുള്ളൊരു പേര് മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് മൂർച്ച എന്ന് കേട്ടിട്ടില്ല. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂർച്ച എന്റെ ആ പേര് എല്ലാ തരത്തിലും ഉണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അത്രത്തോളം ആ മൂർച്ചയ്ക്ക് ശക്തമായിട്ടുള്ള ആ വാക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. തുടർന്ന് നടന്ന കവിയരങ്ങ് രവീന്ദ്രൻ പാടി ഉദ്ഘാടനം ചെയ്തു. കവയിത്രികളൊക്കെ പൊതുവെ കുറവാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊളവയലിൽ നിന്ന് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വനിത തീക്ഷ്ണമായ കവിതകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അത് ധാരാളം വായിക്കപ്പെടുന്നു എന്നതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പുഷ്പയുടെ കവിതകളിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും അവർ നേരിടുന്ന പക്ഷപാതവും അവർ അനുഭവിക്കുന്ന തീക്ഷ്ണമായ കുറേ സംഗതികളൊക്കെ അത് കടന്നു വരുന്നുണ്ട്. സെക്രട്ടറി രാജേഷ് ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ഹനീഫ് പതിയാരിയിൽ, മിതുഷ മുകേഷ്, ഫറീന കോട്ടപ്പുറം, ഷാജു ബാനം തുടങ്ങി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള നിരവധി കവികൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ആദരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.